ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച നടി മിനു മുനീർ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നും വൻ തുകയാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും ആരോപിച്ച് നടനും MLA-യുമായ മുകേഷ്. ഈ നടിയുടെ ആരോപണത്തിൽ യാതൊരു കളങ്കുമില്ലെന്നും ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും നടൻ മുകേഷ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മിനു മുനീർ മുകേഷിനെതിരെ നടത്തിയ ഗുരുതര വെളിപ്പെടുത്തൽ പുറത്തു വന്ന ശേഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതിന് ഇടെയാണ് മുകേഷിന്റെ ഈ വിശദീകരണം. മിനു മുനീർ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്, വൻ തുകയാണ് അവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1 ലക്ഷമെങ്കിലും തരണമെന്നായിരുന്നു തന്നോട് ആവശ്യപ്പെട്ടത്. തുക ആവശ്യപ്പെട്ട് വാട്സാപ്പിൽ സന്ദേശം അയച്ചുവെന്നും മുകേഷ് ആരോപിക്കുന്നു. 2009 മിനു കുര്യൻ എന്ന പേരുള്ള ഒരു സ്ത്രീ തന്റെ വീട്ടിൽ വന്നിരുന്നു. അവസരങ്ങൾക്കായി സഹായിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. ശ്രമിക്കാം എന്ന് താനും മറുപടി നൽകി. പിന്നീട് തന്റെ നല്ല പെരുമാറ്റത്തെ അഭിനന്ദിച്ച് മിനു സന്ദേശം അയക്കുക പോലും ചെയ്തു. ഒരു അനിഷ്ടവും അവർ പ്രകടിപ്പിച്ചില്ല. 2022 പിന്നീട് അവർ വീണ്ടും വരുന്നത്. മിനു മുനീർ എന്ന പേരിലായിരുന്നു അന്ന് പരിചയപ്പെടുത്തിയത്. അതിനുശേഷം സാമ്പത്തിക സഹായം തേടി പണം ചോദിച്ച് പലതവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മിനുവിന്റെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ടയാളാണ് ഫോണിൽ വിളിച്ച് വൻ തുക ആവശ്യപ്പെട്ടത്. ബ്ലാക്ക്മെയിൽ ചെയ്തതിന് തെളിവുണ്ടെന്നും മുകേഷ് പറഞ്ഞു. മിനു മുനീറിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ബ്ലാക്ക്മെയിലിങ്ങിന് കീഴടങ്ങില്ല. ആരോപണത്തിൽ തനിക്കെതിരായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. സുതാര്യമായ അന്വേഷണമാണ് വേണ്ടത്. ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരണം. തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നവരോട് ഒരു പരാതിയുമില്ല. 2018 നടന്ന അതേ രാഷ്ട്രീയ നാടകം ആവർത്തിക്കുകയാണ് എന്നും മുകേഷ് MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുകേഷിന്റെ വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ. നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി സാധിക്കും. 16-ാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എന്റെ അമ്മ 87-ാം വയസ്സിലും അത് തുടരുന്നുണ്ട്. രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് ഒരു പരാതിയുമില്ല. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി 2018 ഇതേ രാഷ്ട്രീയ നാടകം ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. പൊതുസമൂഹം അത് തള്ളിക്കളയുകയായിരുന്നു. എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുമ്പിൽ എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. 2009 സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടൊരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചക്കായി ഫോട്ടോ ആൽബവുമായി എന്റെ വീട്ടിൽ വന്നു. അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി. അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാം എന്ന് ഞാൻ പ്രതികരിച്ചു. പിന്നീട് കൂടിക്കാഴ്ചയിലെ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രശംസിച്ചുകൊണ്ട് അവർ എനിക്ക് സന്ദേശം അയക്കുക പോലും ഉണ്ടായി. ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള ഒരു വിവരവും ലഭ്യമായിരുന്നില്ല. 2022 ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. ഇത്തവണ അവർ മിനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത്. തുടർന്ന് അവർ വലിയ സാമ്പത്തിക സഹായമാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും മതി എന്നായി. ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ഞാൻ പണം നൽകാത്തതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു. കുറച്ചു ദിവസത്തേക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ബ്ലാക്ക്മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല. യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരിക തന്നെ വേണം. ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. മുകേഷ് MLA, കൊല്ലം. ഇത്രയുമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.